ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അനുശോചനം പോലും നടത്തിയിട്ടില്ല. 75ഓളം വർഷങ്ങളായിട്ട് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന, സാംസ്കാരികമായി അടുപ്പം പുലർത്തിയിരുന്ന രാജ്യമാണ് ഇറാൻ. ഇതൊക്കെ പറയുന്നത് സോണിയാഗാന്ധിയാണ്, കോൺഗ്രസ് നേതാവ്. സോണിയാഗാന്ധി പറഞ്ഞു അപലപിച്ചില്ല, ഖമനൈയെ ഉന്മൂലനം ചെയ്തത് അപലപിച്ചില്ല. ഇത് അബ്ഡിക്കേഷൻ, കീഴടങ്ങൽ ആണ്, അമേരിക്കയ്ക്കും മുമ്പിൽ കീഴടങ്ങലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചൊറിച്ചിലാണ്, ഒരു പ്രീണനമാണല്ലോ. അപ്പോൾ കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ച കാലത്തെ സമാനമായ സംഭവങ്ങൾ ചിലതൊക്കെ നടന്ന് കാണുമല്ലോ. അപ്പോൾ ചരിത്രം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണ്ടേ? ഈ ചൊറിച്ചിൽ വല്ല കഥയുണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. 2011 ഒക്ടോബറിൽ ഇത് സോണിയാഗാന്ധി എഴുതിയിരുന്നത് ലേഖനമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് എഴുതിയിരുന്നത് ലേഖനം. മുമ്പും അവർ ഇത്തരം ലേഖനങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുണ്ട് മോദി സർക്കാരിനെതിരെ. അപ്പോൾ 2011 ഒക്ടോബറിൽ മുഅമ്മർ ഗദ്ദാഫിയെ ലിബിയയിൽ നാറ്റോ സേന പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ കൊന്നുകളഞ്ഞു ഗദ്ദാഫി. അത് നാറ്റോ സേന മൊത്തത്തിൽ പിടിച്ചു കൊന്നു തന്നെയാണ്. വേറൊരു രാജ്യത്ത് വിദേശ രാജ്യസേന കയറി അവിടുത്തെ രാഷ്ട്രത്തലവനെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുകയല്ലേ ചെയ്തത്. അതും ഇസ്ലാമിക രാജ്യമല്ലേ ലിബിയ. അത് 2011 ഇല്ലേ? സോണിയാഗാന്ധി മറ്റേ പാവയെ വെച്ചിട്ട് മൻമോഹൻസിംഗിനെയൊക്കെ വെച്ചിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ഭരണാധികാരി സോണിയാഗാന്ധി അല്ലേ? ആ സമയത്ത് എന്താ ചെയ്തേ? അപ്പോൾ അപലപിച്ചില്ല. ഗദ്ദാഫിയെ ഇങ്ങനെ നാറ്റോ സേന കൊന്നത് തെറ്റായിപ്പോയി എന്ന് ഒരു വാക്ക് പോലും കോൺഗ്രസ് സർക്കാർ പറഞ്ഞില്ല. വെറുതെ ഉത്കണ്ഠ രേഖപ്പെടുത്തി പിരിയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ സോണിയാഗാന്ധിയിൽ ആവശ്യപ്പെട്ടത് UN ചാർട്ടറിൻ്റെ, ഐക്യരാഷ്ട്രസഭയുടെ അവകാശരേഖയുടെ ആർട്ടിക്കിൾ 2(4) അനുസരിച്ച് ഇത് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് ഈ ആർട്ടിക്കിൾ 2(4) ഒന്നും പറഞ്ഞിരുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ അവകാശരേഖ അന്നും ഉണ്ടായിരുന്നല്ലോ, ഒന്നും പറഞ്ഞില്ല. 2012 ഫെബ്രുവരിയിൽ ഇസ്രയേലിൻ്റെ നയതന്ത്രജ്ഞന് എതിരെ ആക്രമണം ഉണ്ടായി. എവിടെ? ഡൽഹിയിൽ. സോണിയാഗാന്ധിക്ക് ഇരിക്കുന്ന ഡൽഹിയിൽ ഇസ്രയേൽ നയതന്ത്രജ്ഞനെതിരെ ആക്രമണമുണ്ട്. ആരുടെ ആക്രമണം? ഇറാന്റെ ആക്രമണം. അപ്പോൾ കാർ ബോംബ്, അതായത് 2012 ഫെബ്രുവരി 13 ഇസ്രയേൽ നയതന്ത്രജ്ഞൻ്റെ ഭാര്യയുടെ കാറിൽ ആണ് ഈ സ്ഫോടകം വെച്ചിരുന്നത്. അത് അന്ന് മൻമോഹൻ സിംഗിൻ്റെ വസതിയിൽ നിന്ന് 200 മീറ്റർ മാത്രം ദൂരത്താണ് ഇത് സംഭവിച്ചത്. ഇറാനാണ് ചെയ്തത്. അപ്പോൾ അന്ന് എന്താണ് ചെയ്തത്? 2012 ഈ ഫെബ്രുവരിയൊക്കെ കഴിഞ്ഞ് 2012 മാർച്ചിൽ ഒരു പ്രസ്താവന മാത്രം പുറത്തു വന്നു. ഈ ചില ഇറാനുകൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. പക്ഷേ ആ പ്രതികളായ ഇറാനുകളുണ്ടല്ലോ, അറസ്റ്റ് വാറന്റ്, അവരെ പിടിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇസ്രയേൽ പറഞ്ഞു ഇത് IRGC ചെയ്തതാണ്, ഈ ആക്രമണം പട്ടാളം ചെയ്തതാണ്, ഇറാൻ്റെ പട്ടാളം ചെയ്തതാണെന്ന് പറഞ്ഞിരുന്നു. ഇറാൻ, ജോർജിയ, മലേഷ്യ, ഇസ്രയേൽ, തായ്ലൻഡ് ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഇത് ചെയ്ത ഇറാൻ പ്രതികൾ എന്ന് കണ്ടെത്തിയിട്ട് ആ സർക്കാരുകൾക്കൊക്കെ ലെറ്റർ റൊഗേറ്ററി, കത്ത് അയച്ചിരുന്നു നമ്മുടെ അന്വേഷണ സംഘം. ഡൽഹി പോലീസ് ടെഹ്റാനിലേക്ക് പോവുകയും ചെയ്തു. ഇന്ത്യൻ പത്രപ്രവർത്തകൻ സയ്യദ് മുഹമ്മദ് അഹമ്മദ് കാസ്മിയെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഈ ഇസ്രയേലി നയതന്ത്രജ്ഞൻ്റെ ഭാര്യയുടെ വണ്ടിയിൽ ബോംബ് വെക്കാനായിട്ട് വന്ന ഇറാനികൾക്ക് ഒത്താശ ചെയ്തു ഇന്ത്യൻ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. സുപ്രീം കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തു. ആ കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്, ആ ഇന്ത്യൻ പത്രപ്രവർത്തകനെതിരെ. മൊത്തം ഇവിടെ ഡൽഹിയിൽ ഇസ്രയേൽ നയതന്ത്രജ്ഞനെതിരെ ഇറാൻ പട്ടാളം ആക്രമണം നടത്തി. ഇതാണ് നമ്മൾ ഈ പറയുന്നത്.
2012 അത് നമ്മളിവിടെ വലിയ കോലാഹലമായോ? അന്ന് ഇല്ല. രാഷ്ട്രീയ തലത്തിൽ ഇറാനുമായിട്ട് അന്ന് പോരിന് പോയില്ല. ഇറാനെ അപലപിച്ചുമില്ല. ഇറാന്റെ ഈ ആക്രമണത്തിനെ അന്ന് അപലപിച്ചില്ല മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് സർക്കാർ. ആ വർഷം ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടല്ലോ, നോൺ അലൈൻ മൂവ്മെന്റ്, അതിന്റെ ഉച്ചകോടി നടന്നത് ടെഹ്റാനില്ല. ഇസ്രയേലിനെ ഇവിടെ ഡൽഹിയിൽ ആക്രമിച്ച ഇറാന്റെ തലസ്ഥാനത്ത് നാം ഉച്ചകോടി വേണ്ടാന്ന് ഇന്ത്യ പറഞ്ഞില്ല. അതിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറാകും. ടെഹ്റാനിൽ വെച്ച് നാം ഉച്ചകോടി നടന്നിട്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ത്യ പങ്കെടുത്തു അതിൻ്റെ അകത്ത്. അന്ന് ഇസ്രയേലിന്റെ കൂടെ നിന്നില്ലെന്നേ, അപലപിച്ചില്ല, ഇസ്രയേലിന് വേണ്ടിയും ചെയ്തില്ല. അപ്പോൾ ആരും ആ സമയത്ത് ഇത് മുസ്ലിം പ്രീണനമാണെന്നൊന്നും ഇവിടെ പറഞ്ഞുമില്ല BJP. കാരണം ഇത് വിദേശ നയത്തിന്റെ ഒരു പ്രശ്നമല്ലേ, ഇതെങ്ങനെ വേണം എന്നുള്ളത്. നമ്മളിപ്പോ മോദി 8 രാഷ്ട്രത്തലവന്മാരുമായിട്ട് ഗൾഫിൽ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ നെതന്യാഹുവിനെ പോയി കണ്ടതല്ലേ. ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തിൽ ഈ ആക്രമണം ഇറാൻ കഴിഞ്ഞാൽ ഇപ്പൊ ചൈന ഇതിൻ്റെ അകത്ത് ഉന്നമാണല്ലോ. കാരണം ചൈന ആണ് ഈ ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ മുഴുവൻ വാങ്ങിച്ചു കൊണ്ടിരുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയുടെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന യുദ്ധം കൂടിയാണിത്. അത് കഴിഞ്ഞാൽ ഇത് ഇറാനിൻ്റെ ചാബഹാർ പോർട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതല്ലേ. ഇപ്പം അത് നമുക്കിനി പ്രശ്നമല്ലേ അത്. അപ്പം ഇത് ഇന്ത്യക്കെതിരെ ഇങ്ങനത്തെ യുദ്ധമായിരിക്കില്ല, സാമ്പത്തിക യുദ്ധമായിരിക്കും എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ വിദേശ നയം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ജയശങ്കറിന് നന്നായിട്ട് അറിയാം. വിദേശകാര്യമന്ത്രി നമ്മുടെ നയം ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറാനെയും പിണക്കാനില്ല അല്ലേ, നമ്മൾ ഇസ്രയേലിനെയും പിണക്കാനില്ല, നമുക്ക് നമ്മുടെ താല്പര്യങ്ങളാണ് പ്രധാനം എന്ന് നമ്മുടെ വിദേശ നയം മാറിപ്പോയി 2014 ശേഷം. 2014 വരെ നെഹ്റു നേരത്തെ സ്വീകരിച്ചിരുന്ന വിദേശ നയമാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് തുടർന്നു പോകുന്നത് 2014 വരെ. എന്ന് വെച്ചാൽ പലസ്തീൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. ഇസ്രയേലിനെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. 2014 ശേഷം ആ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നു. ഇപ്പം മോദി പോയിട്ട് അവിടെ പറഞ്ഞതാണ് ഇപ്പം രാഷ്ട്രീയ നയം. അതായത് ഇസ്രയേലിൻ്റെതും ഇന്ത്യയുടേതും പ്രാചീനമായ സംസ്കാരങ്ങളാണ്, പൈതൃകങ്ങളാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പം അത് പരസ്പരം അംഗീകരിക്കുന്നു. അല്ലാതെ ഒക്ടോബർ 7 ആക്രമണം നടന്നപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എവിടെ പോയി? അതിനപലപിച്ചോ? ഇല്ല. അപ്പൊ ചൊറിച്ചില്ല സോണിയാഗാന്ധിക്ക്. അതായത് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെ BJP ഗവൺമെൻറ് ഒരു നയം എടുക്കുമ്പോൾ, ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലേക്ക് പ്രതിപക്ഷം പോകുന്നു. ഈ പണ്ട് മുതലേ പലസ്തീനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ വാജ്പേയിയുടെ കാലം വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് നിലപാട് മാറി. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ നിലപാട് മാറുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിലപാടിനൊപ്പം അല്ലേ അവർ നിൽക്കേണ്ടത്? എന്തിനാണ് സോണിയാഗാന്ധി വീണ്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്? പ്രീണനം. സോണിയാഗാന്ധി ഇതിനു മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. അതും ഒരു മുസ്ലിം പ്രീണന പ്രശ്നം കൊണ്ടുവന്നിട്ടൊരു ലേഖനം എഴുതിയതാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ കൂടെ ഇല്ല. അപ്പൊ ബീഹാറിൽ അതൊരു മുസ്ലിം പാർട്ടിയായിട്ടല്ലേ നിന്നത്. എന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല. കാരണം എന്താ, ഒവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ മുസ്ലിങ്ങൾ അതിന്റെ കൂടെ നിന്നോളും. സീമാഞ്ചലില് ഒവൈസി നിന്നു. മറ്റേ ഹുമയൂൺ കബീർ എന്ന് പറഞ്ഞ ആളിപ്പോൾ പാർട്ടി ഉണ്ടാക്കി അല്ലേ, ജനതാ ഉന്നയൻ പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി ബംഗാളിൽ. മാൾഡയിലും മറ്റേ 1-2 സ്ഥലത്തല്ലേ ഉള്ളൂ മറ്റേ അവിടെ കോൺഗ്രസിന് എന്തെങ്കിലും സ്വാധീനം എന്ന് പറഞ്ഞാൽ. 2 മുസ്ലിം സംസ്ഥാനങ്ങളിലാണ് ചെറുതായിട്ട് ഒരു കോൺഗ്രസ് MP ഉള്ളൂ ബംഗാളിൽ നിന്ന് കോൺഗ്രസിന്. പഴയ ABA ഗനികാൻ ചൗധരിയില്ലേ, റെയിൽവേ മന്ത്രിയായിരുന്നു, അയാളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു MP മാത്രമാണ് അവിടെ നിന്നുള്ളത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇത് ദേശീയ തലത്തിലൊരു മുസ്ലിം പാർട്ടി, ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് വളർന്നിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ ആപ്പീസ് പൊട്ടിയേനെ.
ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആര് മരിച്ചാലും നിലവിളിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈ സോണിയാഗാന്ധി ചെയ്യുന്നത്. ആ രോഗത്തിന് മരുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.